ഈ വട്ടത്തെ വീക്കെൻഡ് നമ്മൾ മോൾക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള തേര സിറ്റി സെൻറ്റർ മോളിലേക്കാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. അവിടെയുള്ള മാജിക് പ്ലാനറ്റ് ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് റൈറ്റ് ടൈം എന്ന് പറയാം. കാരണം കുഞ്ഞുപിണ്ണ 2 വയസ്സിലേക്ക് കടന്നപ്പോൾ കുറേയൊക്കെ ടോയ്സൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കളിക്കാൻ. ഇതിന് മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ വെറുതെ ടോയ്സൊക്കെ കൊടുത്താലും അതൊക്കെ വലിച്ചെറിയുക, പൊട്ടിക്കുക, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ എടുത്ത് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയുള്ള എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാരും പാരൻസും കുട്ടികളെ കൊണ്ട് വന്ന സ്ഥലമായിരിക്കും. ഇവിടെ എല്ലാ കാര്യങ്ങളും അവർ നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പ്ലേ ഏരിയയിലേക്ക് കയറണമെങ്കിൽ അവർ ഒന്നുകിൽ നമ്മൾ സോക്സ് ഇട്ട് വരണം, അല്ലെങ്കിൽ ഈ മാജിക് പ്ലാനറ്റിൻ്റെ തന്നെ സോക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അത് ആ ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ പ്ലേ ഏരിയയിൽ കയറണമെങ്കിൽ കുട്ടികളെ കൂടിയാണെങ്കിൽ ഒരു അഡൾട്ട് കൂടിയും അക്കമ്പനി ചെയ്യണം. അപ്പം ആദ്യം ഞാൻ കയറി, പിന്നെ കുറച്ച് ഞാൻ മടുത്തപ്പോൾ ഏട്ടൻ കയറി. അങ്ങനെ നമ്മൾ രണ്ടുപേരും മാറി കയറി, നമ്മളും അതിൻ്റെ ഉള്ളിൽ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബൈക്കൊക്കെ, ഇത് കുഞ്ഞുമണ്ണ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി. പിന്നെ ഏട്ടനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ ഏട്ടനെന്നും ഇതിൽ കയറാറുണ്ട്. കഴിഞ്ഞ വട്ടം ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. മോള് അടുത്ത കാലത്തൊന്നും ഇത്ര എൻജോയ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് എല്ലാത്തിലും കയറി കളിച്ചു. പിന്നെ ഞാനും കൂടി അതിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു. ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കുഞ്ഞിപ്പൻ്റെ കൂടെ ഇങ്ങനെ കുറേ കളിച്ചും ചിരിച്ചും മോൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ലാസ്റ്റ് ടയർഡായിട്ട് ഇവരൊക്കെ കളിച്ചിട്ട് കുറേ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. അയ്യോ, എങ്ങനെയൊക്കെയോ ഒന്ന് ഡയറ്റ് നോക്കി വയറൊക്കെ ഒന്ന് കുറച്ച് വരുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവും, ഡയറ്റ് അങ്ങ് ഫ്ലോപ്പ് ആവും. അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് KFC കൂടി കഴിച്ച് ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്തു.